നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി. അപ്പൊ മൈമുനേജിന്റെ വീട്ടിലൊന്ന് സന്ദർശിക്കാൻ ആദ്യം പിന്നെ അവിടെ പി കെ മാമാജിയൊന്നും പോയി കണ്ട് രണ്ടാമത്തെ മൈമുനേജ് നമ്മുടെ നേതാവായിരുന്നല്ലോ. നമ്മളെ ഈ ലെവലൊക്കെ എത്തിച്ച് ഒരു പങ്കുവച്ച ആളാണ്. അതാവും ഞാൻ ഇന്ന് രാവിലെ ഇതൊന്നും അറിഞ്ഞില്ല, കബറിൽ പോയി തുറന്നില്ല. അവിടെ കബർ തുറന്നിട്ടാണ് ഞാൻ പണ്ട് 2010 മെമ്പറായിരുന്നു. അവിടെ തുറന്നത് ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ആ കബറിനെ കൂടി തുറന്നത് ആ ബന്ധം കഴിയുന്നുണ്ട്. അതാവും പലർക്കും വിളിച്ചായി കൂട്ടട്ടെ. ഞങ്ങളെന്താ പോട്ടെ, ഞങ്ങൾ കാണാൻ പറ്റും. പഞ്ചായത്ത് പ്രസിഡന്റാണ് മുജീബ് കൂളക്കൽ എന്ന പേര്. വിനായകരാണ് വീട്. മോനെ എന്താ പേര്? ആദിത്യൻ. ഒരു പഴയകാല ലീഗ് നേതാവാണ് അവിടുത്തെ പ്രാദേശികമായിട്ട്. 106 വയസ്സായി. പുള്ളിക്ക് കാണുന്ന ആഗ്രഹം പറഞ്ഞു നേരത്തെ. അപ്പൊ ഞാൻ ആദ്യം അവിടെ പോയി പഞ്ചായത്തിൽ ഒപ്പിട്ട് നേരെ അവിടെ പോയി രണ്ടാമത് തന്നെ നിർത്താം. രണ്ടാമത് നിർത്താൻ വരുന്നത് നമ്മൾ അനുഗ്രഹം വാങ്ങിയിട്ട് വേണം തുടങ്ങാൻ വരണം. എന്നാണ് തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഒരുപാട് കാലം ഈ പ്രസ്ഥാനത്ത് നിർത്തി വഹിച്ച ആളല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം തരാനുണ്ടോ? ഭരണത്തിന് എന്തെങ്കിലും ഉപദേശിക്കാനുണ്ടോ? ശരി. പ്രപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഫൗസിയ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് പ്രസിഡന്റ് മുജീബ് പ്രിയമുള്ളവരെ, നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി വളരെ സാധാരണക്കാരിയായ നമ്മളിൽ ഒരുവളായ പ്രിയങ്കരിയായ ഫൗസിയ അവരെ തെരഞ്ഞെടുത്തതിനുള്ള സന്തോഷം പങ്കുവയ്ക്കുകയാണ്. എല്ലാവിധ അഭിവാദ്യങ്ങളും അവർക്ക് അർപ്പിക്കുന്നു. നല്ലൊരു വൈസ് പ്രസിഡന്റായി തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അറിയിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ പഞ്ചായത്ത് മെമ്പർ സജിത്ത് ആനാട്ട് ക്ഷണിച്ചു. ബഹുമാന്യനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുജീബ് അതുപോലെ ഇന്നിവിടെ തെരഞ്ഞെടുത്ത നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഫൗസിയാക്ക,
മറ്റ് ജനപ്രതിനിധികളെ, 6 അടക്കമുള്ള ഉദ്യോഗസ്ഥരെ, ജനപ്രതിനിധികളെ, നമുക്കറിയാം അടുത്ത 5 വർഷം നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയും അതുപോലെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടൽ നടത്തി നല്ലൊരു പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി തിളങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ഇവരുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട മുജീബ് പുളക്കൽ, ഇവിടെ ഈ പഞ്ചായത്തിലെ 5 വർഷത്തേക്ക് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഫൗസിയ മുളമറവ്, ആറോ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ, പ്രിയപ്പെട്ട ഭരണസമിതി അംഗങ്ങളെ, സഹോദരന്മാരെ, ഏതായാലും രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു. ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരം ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു. ഇതോടുകൂടി തുപ്രമോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി നിലവിൽ വരികയാണ്. ഇനി സ്ഥിരസമിതി അധ്യക്ഷന്മാരെ മാത്രമാണ് തിരഞ്ഞെടുക്കാനുള്ളത്. അതിൻ്റെ നടപടിക്രമങ്ങൾ 6-ാം തീയതിയോടുകൂടി ആരംഭിക്കുകയാണ്. നമുക്ക് ഈ പഞ്ചായത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടതുണ്ട്. ഒറ്റക്കെട്ടായി എല്ലാ ഭരണസമിതി അംഗങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് നല്ല ഒരു ഭരണം വരുന്ന 5 വർഷത്തേക്ക് കാഴ്ചവെക്കാൻ മുജീബ് പുളക്കലിൻ്റെയും ഫൗസിയയുടെയും നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ചടങ്ങിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് മുജീബ് പുളക്കൽ, 6 മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വളരെ സന്തോഷപ്രദമായ ഒരു നിമിഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. രാവിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും ഇന്ന് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും നടന്നു. തുപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് ചരിത്രമുറങ്ങുന്ന മതേതരത്വത്തിൻ്റെ വീരശൃംഖല ഉയർത്തിപ്പിടിച്ച നമ്മുടെ പഞ്ചായത്താണ് തുപ്രങ്കോട്. ഒരുപാട് മൺമറഞ്ഞു പോയ പ്രസിഡന്റുമാരുണ്ട്, മെമ്പർമാരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. അവരുടെ ആത്മാവിന് മുന്നിൽ ഒരു മിനിറ്റ് ഞാൻ ആദരാഞ്ജലി അർപ്പിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ഇവിടെ 2 കാര്യങ്ങൾ സാധ്യമായി കഴിഞ്ഞു. ഈ ഭരണ സംവിധാനമായി മുന്നോട്ട് പോകാനുള്ള ഒരു യാത്രയിലാണ് തുപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത്. ആ യാത്രയിൽ എല്ലാവരും കക്ഷി രാഷ്ട്രീയ ജാതി ഭേദമന്യേ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരേ മാലയിലെ വെട്ടുമണികൾ പോലെ നമ്മുടെ മുന്നിൽ 24 മെമ്പർമാരുടെ മുന്നിൽ ഒരൊറ്റ ചിത്രം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് നമ്മുടെ പഞ്ചായത്തിലെ ജനത എന്ന 3 അക്ഷരമായിരിക്കണം 24 മെമ്പർമാരുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത് എന്ന് എല്ലാവരും ഓർമ്മിച്ചുകൊണ്ട് ഈ പ്രൗഢ ഗംഭീരമായ ഈ സദസ്സിന് 1000 ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉത്സാഹമായ പരിപാടിയുടെ അധ്യക്ഷൻ ഇന്ന് അധികാരമേറ്റ ഭരണസമിതിയുടെ അംഗങ്ങളെ, അതേപോലെ ഇവിടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള കക്ഷി നേതാക്കളെ, ഉദ്യോഗസ്ഥർ, എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നല്ലൊരു ഭരണം കാഴ്ചവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് പ്രിയങ്കരരായി മാറുവാൻ ഈ ഭരണസമിതിക്ക് സാധിക്കട്ടെ. അതിന് നേതൃത്വം നൽകാൻ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ മുജീബ് പുളക്കലിനും അതേപോലെ നമ്മുടെ പ്രസിഡന്റായ ഫൗസിയക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുജീബ് പുളക്കൽ, ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ, പ്രിയപ്പെട്ട മെമ്പർമാരെ, ഉദ്യോഗസ്ഥന്മാരെ, സുഹൃത്തുക്കളെ, 2ാമത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എന്തായാലും ഇനിയുള്ള ഈ 5 വർഷക്കാലം നേരത്തെ പറഞ്ഞതുമായി തന്നെ ഉത്തരവാദിത്വത്തോടു കൂടി പഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുമയോടെ പ്രവർത്തിക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.
സുസ്മിത അവശേഷം വിശിഷ്ട വ്യക്തികളെ, പുതിയ ഭരണസമിതി അംഗങ്ങളെ, UDF പ്രവർത്തകരെ, നിങ്ങൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നു. തുടർന്നും നല്ല ഭരണം കാഴ്ചവെക്കാൻ പ്രാർത്ഥിക്കുന്നു. പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പുളക്കൽ മുജീബ് അവർ, വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഫൗസിയ, മറ്റു ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥർ, നമ്മൾ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഉള്ളത്. ഏതായാലും തുപ്പംകോട് ഗ്രാമപഞ്ചായത്തിൽ നല്ല രീതിയിൽ നമുക്ക് 5 വർഷത്തെ വികസന കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ കക്ഷി രാഷ്ട്രീയമെന്നെ ജാതി പറഞ്ഞ് എല്ലാ വികസന രംഗത്തും ഒന്നിച്ച് ഒരുമയോടുകൂടി നിൽക്കുവാനും ഈ ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 2 അതുപോലെ തന്നെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഉത്തരംഗം പ്രശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നതാണ്. ആരാധനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീമാൻ പുളക്കൽ മുജീബ് അവർ, തിരുവനന്തപുരമായ നമ്മുടെ ബാബുലാൽ സാർ, സെക്രട്ടറി അബ്ബാസ് സാർ, തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ സെക്രട്ടറി സുരേഷ് സാർ തുടങ്ങി കക്ഷി രാഷ്ട്രീയത്തിലെ നേതാക്കളായ ശ്രീ സുഭാഷ് ഏട്ടൻ, അഷ്റഫ് ക, കമൽ ക തുടങ്ങി പ്രമുഖ നേതാക്കളെ, മുനീറടക്കമുള്ള നേതാക്കളെ, ഇന്ന് രാവിലെ നമ്മൾ പ്രസിഡന്റ് തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഫൗസിയാത്തയും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിലപ്പുറം നമ്മൾക്ക് മുന്നിലുള്ള ഈ 5 വർഷത്തേക്ക് മാത്രമല്ല, ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പദ്ധതികളുമായി നമുക്ക് മുന്നോട്ട് പോകണം. അതുമായി എല്ലാവരും സഹകരിക്കും. നമ്മുടെ എല്ലാ ഭരണപക്ഷ അംഗങ്ങളും അതുമായി സഹകരിക്കണമെന്നും അർഹതപ്പെട്ടവരുടെ കയ്യിൽ ആനുകൂല്യങ്ങൾ എത്തിക്കാനും ശ്രദ്ധിക്കപ്പെടാതെ പോയ നാടുകളിലേക്ക് വികസനം എത്തിക്കാനും ശ്രദ്ധയൂന്നിക്കൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുവാൻ നമ്മുടെ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വൈസ് പ്രസിഡന്റ് ഫൗസിയ, ആറോ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ, പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ മുതൽ നമ്മൾ 2 ടൈമായി പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തെരഞ്ഞെടുപ്പ് നടത്തി ഭംഗിയായി നിർവഹിച്ചു. ഇതിൽ സഹകരിച്ച, അനുമോദിച്ച എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നേരത്തെ എല്ലാവരും പറഞ്ഞമായി നമ്മുടെ തുപ്പറമ്പൂർ പഞ്ചായത്തിനെ ഒരു മാതൃക പഞ്ചായത്താക്കി മാറ്റുവാൻ നമ്മുടെ എല്ലാ മെമ്പർമാരും, ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാത്ത ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് നമ്മുടെ നാടിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്കും മറ്റ് പ്രസിഡന്റും എല്ലാവിധ വിദ്യാർത്ഥികളും തരുന്നു. നന്ദി. ജയ്. വൈസ് പ്രസിഡന്റ് AP ഫൗസിയ, മറ്റു ഉദ്യോഗസ്ഥരെ, ഭരണപക്ഷ പ്രതിപക്ഷ മെമ്പർമാരെ എല്ലാവർക്കും ആദ്യം വിജയാശംസകൾ നേടുകയാണ്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നൽകി നമുക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കായി നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് കൂട്ടായ്മയോടെ ഒരുമിച്ച് രീതിയിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് ശ്രീ മുജീബ് അവർക്ക്, അതുപോലെ ഇന്നിവിടെ തിരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീമതി ഫൗസിയ അവർക്ക്, അതുപോലെ നമ്മുടെ മറ്റ് 22 ജനപ്രതിനിധികളെ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ വ്യക്തിത്വങ്ങളെ, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, നമ്മൾ ഇനി ഒരു ജനുവരി 15 കൂടി ഭരണസമിതി പുതിയൊരു സിസ്റ്റം കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. 6-ാം തീയതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കലും അതിനുശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തിരഞ്ഞെടുക്കും കഴിഞ്ഞാൽ ഭരണസമിതിയുടെ പൂർണ്ണത കൈവരുന്നതാണ്. തുടർന്നും കഴിഞ്ഞ ഭരണസമിതിയിലെ ഉദ്യോഗസ്ഥർ കഠിനാധ്വാനം ചെയ്തതുപോലെ തന്നെ പുതിയ ഭരണസമിതിക്കും ഉദ്യോഗസ്ഥ വർഗത്തിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് 100% ഉറപ്പ് നൽകിക്കൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് ലഭിച്ച
എനിക്ക് ലഭിച്ച ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനം നീതിപൂർവ്വം ഞാൻ നിർവഹിക്കുമെന്നും എല്ലാവർക്കും ഉറപ്പ് നൽകുന്നു. നിങ്ങളെല്ലാവരും നൽകിയ പിന്തുണക്ക് അകമഴിഞ്ഞ നന്ദി ഞാൻ ഇനി അങ്ങാടി ഇറങ്ങിയത് ശ്വാസം നേരുന്നു.